അകാരണമായി ബസ്സുകൾ ഓട്ടം നിർത്തിയത് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് കുന്നമംഗലം കുരുവട്ടൂർ പയമ്പ്ര റൂട്ടിലെ നാട്ടുകാർ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞ് ഭൂരിഭാഗം ബസ്സുകളും ഓട്ടം നിർത്തിയതാണ് ഇവിടെ യാത്രാ ദുരിതം രൂക്ഷമാക്കിയിട്ടുള്ളത്. വിദ്യാലയങ്ങൾ കൂടി തുറന്നതോടെ ഇവിടെ യാത്രാക്ലേശം ഇരട്ടിയായി. പ്രശ്നത്തിൽ പ്രക്ഷോഭ പരിപാടികൾ കുരുങ്ങുകയാണ് നാട്ടുകാർ ഇവിടെ. കുന്നമംഗലത്തു നിന്നും പയമ്പ്രയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന 18ഓളം ബസ്സുകളാണ് പയമ്പ്ര റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത്. ഇത്രയും സൌകര്യമുണ്ടായിട്ടും തിക്കിത്തിരക്കിയാണ് ആളുകൾ യാത്ര തുടർന്നിരുന്നത്. എന്നാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞ് ഏതാണ്ട് പകുതിക്കടുത്ത് ബസ്സുകൾ അകാരണമായി ഓട്ടം നിർത്തിവെച്ചതോടെ നാട്ടുകാർ ശരിക്കും വെട്ടിലായി. മണിക്കൂറുകളോളം ബസ് സ്റ്റോപ്പുകളിലും കടവരാന്തകളിലും കാത്തുനിൽക്കേണ്ട അവസ്ഥ. ബസ് വന്നാൽ തന്നെ സൂചി കുത്താൻ ഇടമില്ലാത്ത സ്ഥിതി. യാത്രാ ദുരിതം അനുഭവപ്പെടുന്ന റൂട്ടിൽ ഒരു KSRTC ബസ് എത്തിക്കഴിഞ്ഞാൽ അതിന് തുരങ്കം വെക്കുവാൻ ശ്രമിക്കുന്ന ബസ് മുതലാളിമാർക്ക് അക്കാര്യത്തിന്റെ പകുതി ആത്മാർത്ഥത പോലും നാട്ടുകാരോടില്ല. സ്റ്റോപ്പേജായാണ് ബസ്സുകൾ നിർത്തിവെച്ചത്. ഇതിനാൽ ടാക്സും അടയ്ക്കേണ്ടതില്ല. ഇതിനിടയിലും പൊതുജനം മഴയും വെയിലും കൊണ്ട് ആയുസിന്റെ ഏറിയ പങ്കും കാത്തിരിപ്പ് തുടരുകയാണ്. ഇവിടെ ബസ്സുകളില്ലാത്തതിന്റെ പേരിൽ രണ്ടു ഭാഗത്ത് നാളത്തേക്ക് സപ്പോർട്ട് ഭാഗത്തേക്ക് ആളുകൾ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയും മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ വളരെ വിഷമിക്കുകയും നാട്ടുകാരന് ഗവൺമെന്റ് സർവീസ് ബസ്സുകളോടാണെങ്കിൽ കുറച്ച് ഇതിന്റെ പരിഹാരം ഉണ്ടാവുന്നതാണ്. സഹകരിച്ചുകൊണ്ട് ബസ്സുകൾ ഓടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വിദ്യാലയങ്ങൾ തുറന്നതോടെ പയമ്പ്ര റൂട്ടിലെ യാത്രാക്ലേശം ഇരട്ടിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നാട്ടുകാർ ചേർന്ന് ബസ് പാസഞ്ചേഴ്സ് കൂട്ടായ്മ രൂപീകരിച്ച് ബസ് ഉടമകളെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. യാത്രാ ദുരിതം വർദ്ധിക്കുന്ന നടപടിയാണ് ബസ് ഉടമകൾ കൈക്കൊള്ളുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരിവിടെ. ഇപ്പോൾ യാത്രാ പ്രശ്നം ഒന്നും 2 മണിക്കൂർ യാത്രക്കാര് ബസ് സ്റ്റോപ്പുകളിലും കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അത് വളരെ ഉത്തരവാദപ്പെട്ട ആളുകളായി ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങൾ യാത്രക്കാരെ മുഴുവൻ യോഗം ഒരു പ്രാവശ്യം കൂടി വിളിച്ചു ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം രൂക്ഷമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. റോഡ് ജപ്പാൻ കുഴിയെടുത്തത് കൊണ്ട് തന്നെ റോഡ് വളരെ മോശമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കക്കോടി മൂത്തോളി വരെയും 10 മൈൽ ഭാഗങ്ങളിലും റോഡ് കീറിയിട്ടത് കൊണ്ട് ബസ് കൃത്യമായി ഓട്ടാൻ കഴിയുന്നില്ല. ലീഫ് പൊട്ടുന്നു, ജീവനക്കാരെ കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ബസ് ജീവനക്കാർ പറയുന്നുണ്ട്. പക്ഷേ വസ്തു എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ ബസ്സുകൾ സ്റ്റോപ്പേജ് ആയതുകൊണ്ട് തന്നെ ഇവരിത് ഒഴിവാക്കുകയാണെങ്കിൽ പകരം ബസ് ഓടും. അത് ഒഴിവാക്കാതെ ബസ്സുകൾ നിർത്തിയിടുന്നത് ഈ നാട്ടിലെ യാത്രാ പ്രശ്നം രൂക്ഷമാക്കാനേ കഴിയും. KSRTC ബസ്സുകൾ അനുവദിച്ചുകൊണ്ടെങ്കിലും പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കണമെന്നാണ് അധികൃതരോട് പയമ്പ്രയിലെ നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പറമ്പിൽ ബസാർ.